സഹോദരി സഹോദരന്മാരെ, നമ്മൾ സെൻറ് തോമസ് കത്തോലിക്കരെ സംബന്ധിച്ചോളം ഈ സുദിനം ഏറെ സന്തോഷവും അഭിമാനവും അനുഗ്രഹവും നിറഞ്ഞ ഒരു ദിവസമാണ്. സീറോ മലബാർ സഭയുടെ UK-യിലെ സുവർണ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര ദിനമാവും ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സഭാമാതാവിൻ്റെ വളർച്ചയ്ക്കും ഐക്യത്തിനും ഈ ദിനം ആവേശം പകരുമെന്ന് തീർച്ച. AD 52-72 കാലഘട്ടത്തിൽ അപ്പസ്തോല പ്രവർത്തനത്തിന് ഭാരതത്തിൽ ചുക്കാൻ പിടിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും വിശ്വസ്തനും ധീരനും അനുയായിയുമായി മാറിയ മാർ തോമസ് ശ്ലീഹായിൽ നിന്നും നമ്മൾ ആർജിച്ച വിശ്വാസവും പാരമ്പര്യവും ആചാരവും അനുഷ്ഠാനവും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരേ വേദിയിൽ ഒന്നിച്ചു കൂടുന്ന ഒരവസരം ഉണ്ടാകുന്നതിന് നമ്മൾ ഈ നമ്മുടെ സമ്മേളനത്തിൽ നമുക്കിങ്ങനെ ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. ഈ പ്രഥമ സമ്മേളനത്തിൽ നമ്മുടെ ഈ വേദിയെ അനുഗ്രഹീതരാക്കുവാൻ നമ്മുടെ സഭാ മേലധ്യക്ഷന്മാരെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിൻ്റെ ആവേശത്തിൻ്റെ ഒരു അനുഭൂതിയിൽ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് കാത്തലിക് ഫോറം എന്ന സംഘടനയെ കൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്, എന്താണ് നമ്മുടെ കാത്തലിക് ഫോറം ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പലർക്കും ഒരു അവ്യക്തതയുള്ളതുകൊണ്ട് ഞാൻ ഈ കാര്യത്തെപ്പറ്റി പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. സീറോ മലബാർ സഭ എന്ന അമൂല്യ നാണയത്തിൻ്റെ ഇരുമുഖവും മിനുക്കി നിലനിൽക്കുന്നതിന് ഞങ്ങളുടെ ഭാഗത്ത് തികഞ്ഞ അവബോധവും സഭാ നടത്തുള്ള അനിഷേധ്യമായ അനുസരണവും പരസ്പര ബഹുമാനവും ആദരവും കാത്തുപരിപാലിച്ച് ഈ മഹനീയ അനുഗ്രഹവേദിയിൽ ഇരിക്കുന്ന സഭാധ്യക്ഷന്മാരോട് എല്ലാവർക്കും വേണ്ടി നമ്മുടെ സഭയുടെ ഐക്യത്തിനും നമ്മുടെ മാർത്തോമ കത്തോലിക്കരുടെ ശക്തമായ ഒരു അടിത്തറയിടുന്നതിനും ഈ സംഘടന പ്രതിബദ്ധത പുലർത്തുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും ആചാരവും അനുഷ്ഠാനവും മുറുകെ പിടിച്ച് UK-യിൽ മുന്നേറുവാൻ ഒരു തട്ടകം, അതാണ് സെൻറ് തോമസ് കാത്തലിക് ഫോറം. നമ്മൾ ആർജിച്ച ഈ തനതായ അനുഗ്രഹത്തിന് കാരണഭൂതരായി നമ്മുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച എല്ലാം തന്നെ യാതൊരു മൂല്യശോഷണവും സംഭവിക്കാതെ നവതലമുറയ്ക്ക് പകർന്നു നൽകുക, അതിനൊരു കടമ നിറവേറ്റുവാൻ നമ്മളെല്ലാം കൂടെ രൂപീകരിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് സെൻറ് തോമസ് കാത്തലിക് ഫോറം. ഒരേ മനസ്സോടെ ഒത്തൊരുമയോടെ സഭയെ പരിചരിച്ചും നമ്മുടെ സഹോദരരുടെ ആത്മീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സാന്ത്വനവും പ്രോത്സാഹനവും സഹകരണവും സഹായവുമായി മാറുവാൻ നമ്മുടെ മാർത്തോമ കത്തോലിക്കരുടെ ദേശീയധാരിയായി ഉയർന്നു വന്നിട്ടുള്ള അൽമായ കുടുംബ കൂട്ടായ്മ എന്നാണ് യുണൈറ്റഡ് കിങ്ഡം സെൻറ് തോമസ് കാത്തലിക് ഫോറത്തെ പറ്റി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടേതായ കുടുംബ കൂട്ടായ്മ ഒരുമിച്ച് ചരിക്കുവാനും സഭാസ്നേഹവും ജ്ഞാനവും അറിവും അനുഭവത്തിലൂടെ നേരിൽ മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുവാൻ സീറോ മലബാർ സഭയിൽ അനിവാര്യമായ ഒരു ഘടകമായിരിക്കും ഇന്നത്തെ സെൻറ് തോമസ് കാത്തലിക് ഫോറം എന്ന് അഭിമാനത്തോടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സഭയുടെ കെട്ടുറപ്പിന് കോട്ടം വരുത്താൻ ഉദ്ദേശിക്കാത്ത കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഇന്ന് രാവിലെ വരെയും നേരിടേണ്ടി വന്ന പല പ്രയാസങ്ങൾ ഞങ്ങൾ ഇവിടെ വിസ്മരിക്കുന്നു. ദീർഘമായി ഇവിടെ കാത്തലിക് ഫോറത്തെ വിവരിക്കേണ്ടതില്ല. കാരണം കാത്തലിക് ഫോറം എന്ന ആശയത്തെ ദൃഢമായ ഹൃദയത്തിലേറ്റി അതുമായി മുന്നോട്ട് ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നാനാഭാഗത്തു നിന്നുള്ള പ്രതിനിധി സംഘമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കാത്തലിക് ഫോറത്തെ പറ്റി ഞാനിവിടെ കൂടുതലായി വിവരിക്കുന്നില്ല. ഈ കാത്തലിക് ഫോറത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് സഭയുടെ ഭാഗത്തു നിന്നുള്ള പരിമിതമായ പിന്തുണകൾ മാത്രം ലഭിച്ചിട്ടും ഈ 2 വർഷത്തിനകം നമുക്ക് 24ഓളം യൂണിറ്റുകളും 9ഓളം കൂട്ടായ്മകളും കൂടാതെ വ്യക്തിപരമായ പല സ്ഥലങ്ങളിലും നമുക്ക് നേതൃത്വം നൽകുവാൻ സന്നദ്ധരായ മാർത്തോമ കത്തോലിക്കർ ഈ വഴിയിലേക്ക് വന്നിരിക്കുന്നത് എന്നത് ഈ കാത്തലിക് ഫോറത്തിൻ്റെ സന്തോഷത്തിനും അഭിമാനത്തിനും നമ്മളിവിടെ നിരത്തി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കരത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഈ മാർത്തോമ കത്തോലിക്കരുടെ പ്രഥമ സംഗമത്തിൽ എല്ലാ കിംവദന്തികളും പ്രതിസന്ധികളെയും മാറ്റി നിർത്തി അനുഗ്രഹം വർഷിക്കുവാനും സുധീരൻ തയ്യാറായി വന്ന നമ്മുടെ ആദരണീയരായ അഭിവന്യ മാർ അർക്കൽ പിതാവിന് ഞാൻ പ്രത്യേകമായി ഈ വേദിയിൽ അധ്യക്ഷ പദവിയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു.
With our full heart and love to this historic movement, please come to the way. ഡോക്ടർ മാത്യു ചൂരപ്പുഴലിനെ പ്രത്യേകമായി നന്ദിയോടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സെന്റ് തോമസ് കാത്തലിക് ഫോറത്തിന്റെ പ്രഥമ കൺവെൻഷൻ എല്ലാ അർത്ഥത്തിലും ദൈവസ്പർശമേറ്റ ഒരു സന്ദർഭമാണ്. നമ്മുടെ സഭയിലെ ഏറ്റവും പ്രഗത്ഭരായ സഭാധ്യക്ഷന്മാരെ ഏവരെയും നമ്മുടെ സീറോ മലബാർ സഭയിലെ പ്രമുഖരായ വൈദികരെയും ഈ വേദിയിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാത്തലിക് ഫോറത്തിൻ്റെ അഭിമാനത്തിൻ്റെ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്ന ഒരു മഹാസുദിനമാണ്. അതിലെല്ലാവരും ഈ കൂടിയിരിക്കുന്ന എല്ലാ മാർത്തോമാ കത്തോലിക്കരും ഈ കൂട്ടായ്മയെ ഹൃദയത്തിലേറിക്കൊണ്ട് ജീവശ്വാസമായി നമ്മുടെ മാതാപിതാക്കളും പൂർവികരും നൽകിയ ആ പാരമ്പര്യ പൈതൃകത്തിൽ വളർന്നുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ വരാനും ഇവിടെയും നമ്മുടെ സഭയെ പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. സഭയെ സ്നേഹിക്കുന്ന, സഭയെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് ഇവിടെയായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ പ്രത്യേകമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മളെ വിവിധ തലത്തിലുള്ള സ്പോൺസറിങ്ങിലൂടെ നമ്മളെ സാമ്പത്തികമായി സഹായിച്ചവർ, നമ്മുടെ ഗാന ശുശ്രൂഷകളിൽ ആത്മീയ തേജസ് പകർന്നു നൽകിയ നമ്മുടെ ഗാന ശുശ്രൂഷകർ, കൂടാതെ നമുക്കിവിടെ നല്ല ഫുഡ് ഒരുക്കിയവർ, ആതിഥേയത്വ മര്യാദയുടെ മകുടം ചൂടിയ ഇവിടുത്തെ മാഞ്ചസ്റ്ററിലെ സ്വന്തം മാർത്തോമാ കത്തോലിക്കര് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UKSTCF. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ തന്നെ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നുകയാണ്. ഒത്തിരി കാലത്തെ പ്രയത്നങ്ങൾക്കും ഒത്തിരി കാലത്തെ പ്രാർത്ഥനയ്ക്കും ശേഷമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഇവിടെ കിട്ടിയത്. അതിനായിട്ട് നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അഭിമന്യ പിതാക്കന്മാരോടാണ്. അവരോട് പ്രത്യേകമായിട്ടുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തിയാണ് കാത്തലിക് ഫോറത്തിൻ്റെ പേരിൽ. ഇനിയറിയാം, ഏതൊരു സമ്മേളനവും അതിൻ്റെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അധ്യക്ഷനിലൂടെയും അധ്യക്ഷ പ്രസംഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ ബിഷപ്പ് മാർ മാത്യു അരക്കലാണ്. അതിനുമുമ്പ് പിതാവിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പായിട്ട് പിതാവിനെ കുറിച്ച് ചെറിയ 2 കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഞാൻ ഈ അവസരം എടുക്കുകയാണ്. പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയ പിതാവിൻ്റെ ജീവിതത്തിലൂടെ ചെറുതായിട്ട് നമ്മൾ കടന്നു പോവുകയാണ്. 1940 ഡിസംബർ 10 എരുമേലിയിൽ പിതാവ് ജനിച്ചു. എരുമേലി സെന്റ് തോമസ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സെന്റ് തോമസ് മൈനർ സെമിനാരി ചങ്ങനാശ്ശേരിയിലും സെന്റ് അൽഫോൻസ സെമിനാരി വടവാതൂരിലുമായി സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1971 മാർച്ച് 13 പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 2001 ഫെബ്രുവരി 9 കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബിഷപ്പായി കോൺസെക്രേഷൻ നടത്തി. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലുള്ള ബിഷപ്പ്മാരിൽ ഏറ്റവും കൂടുതൽ ഔദ്യോഗിക പദവി വഹിക്കുന്നത് നമ്മുടെ മാർ മാത്യു അരക്കൽ പിതാവാണെന്നാണ്. അതിന് പ്രത്യേകമായിട്ടും പിതാവിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഒത്തിരി സ്ഥാനങ്ങൾ പിതാവ് വഹിക്കുന്നുണ്ട്. ചെയർമാൻ KSSF, കേരള സോഷ്യൽ സർവീസ് ഫോറം,